പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസിൻ്റെയും ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റ് മിനിസ്ട്രിയുടെയും സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് എല്ലാ യൂട്യൂബ് ഓഡിയൻസിനും വേണ്ടി ഈ പ്രത്യേക ദൈവിക സന്ദേശവുമായി കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കി തന്ന ഈ വിലയേറിയ സാഹചര്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഈ ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റ് ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഞങ്ങൾ നിങ്ങളോട് എല്ലാ നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തിയോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഈ ശുശ്രൂഷയ്ക്കായി ചെയ്യാൻ കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്താട്ടെ. ഇതെല്ലാം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി പ്രതിഫലം തന്ന് നിങ്ങളെ മാനിക്കുവാനായിട്ട് പോകുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്ന് ഈ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രത്യേക ദൈവവചന സന്ദേശം നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നല്ല ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നല്ല ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമേറിയ ഒരു മൂവിൻ്റെ അകത്ത് നമ്മളായിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ഒരു വ്യക്തിയുടെ മൂവല്ല. ഇത് നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റെങ്കിൽ മാത്രമേ ഈ എൻഡ് ടൈം മിനിസ്ട്രി അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് എക്ലീസിയയുടെ മൂവാണ്. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഒരു ചലനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ മാത്രം എഴുന്നേറ്റത് കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയൊരു ദൈവദാസൻ വലിയ ആളായതുകൊണ്ടോ ഈ ദൈവിക പദ്ധതി നടക്കുകയില്ല എന്നെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. പണ്ടുള്ള സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ദൈവദാസൻ, അദ്ദേഹം അസാധാരണമായി ആത്മാവിൽ വളരുന്ന ഒരു ദൈവദാസൻ. ബാക്കി എല്ലാവരും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു വിശ്വാസിയായി തുടരുന്ന ഒരവസ്ഥ. ഈ ഒരു സാധ്യതകൾ, ഈ ഒരു അവസ്ഥ നമ്മൾ ഒരുപാട് നാളുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ എൻഡ് ടൈമിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എക്ലീസിയ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അത് ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റ് മാത്രമല്ല, ദൈവത്തിൻ്റെ ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ മുഴുവനായിട്ട് എഴുന്നേൽക്കണം. ആമേൻ എന്നാണ് ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ശരീരത്തിൽ ആമേൻ കൈക്ക് വേദനയുണ്ടെങ്കിൽ നമ്മൾ ആ ബെഡിൽ തന്നെ കിടക്കും. കാലിന് മാത്രമേ വേദനയുള്ളൂ, ബാക്കി ഒന്നിനും കുഴപ്പമില്ലെങ്കിലും നമ്മൾ ആ ബെഡിൽ തന്നെ കിടക്കും. വേറെ ഒന്നിനും കുഴപ്പമില്ല, തലവേദനയാണ് എങ്കിലും നമ്മുടെ ശരീരം മുഴുവൻ ആ ബെഡിൽ തന്നെ കിടക്കും. വേറെ ഒരു കുഴപ്പമില്ല, കിഡ്നിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം, എങ്കിലും നമ്മുടെ ശരീരം മുഴുവൻ ആ ബെഡിൽ തന്നെ കിടക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, ശരീരത്തിൽ ലങ്സിൽ ക്യാൻസറാണ് എങ്കിലും നമ്മുടെ ശരീരം മുഴുവൻ ആ ബെഡിൽ തന്നെ കിടക്കും. ഹല്ലേലൂയ. ഈ എൻഡ് ടൈമിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയൊരു വസ്തുത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. എല്ലാ പാർട്ടിനും അതിൻ്റേതായ ഒരു വിലയുണ്ട്. അതുകൊണ്ടാണ് ഇത് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന ഉപമയാണ് പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ, കൊരിന്ത്യ ലേഖനത്തിൽ, എഫെസ്യ ലേഖനത്തിൽ ഒക്കെ ഉപയോഗിക്കുന്നത്. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അസാധാരണമാകുന്ന ശക്തിയിൽ എഴുന്നേറ്റെങ്കിൽ മാത്രമേ ഈ എൻഡ് ടൈം മിനിസ്ട്രി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മളെ വിളിച്ചത് കേവലം 2 പാട്ടുപാടി, കേവലം 2 കൊട്ടുകൊട്ടി, കേവലം ഒന്ന് തറ വീണിട്ട് അങ്ങ് വീട്ടിൽ പോകാനല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഭൂമിയെ ഭരിക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനകൾ, ഈ 4 ഐറ്റങ്ങളാണ്, ഈ 4 ഇരുളിൻ്റെ ശക്തികളാണ്, അല്ലെങ്കിൽ ഈ 4 ദൂതഗണത്തിൽപ്പെട്ട വീണദൂതന്മാരാണ് ഇപ്പോൾ ഈ ഭൂമിയെ ഭരിക്കുന്നത്. അവരാണ് ഇപ്പോൾ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. അടുത്തത് കൊറോണ വരണോ, അടുത്തത് ഏത് വരണമെന്ന് അവരിപ്പോൾ ഓൾറെഡി പ്ലാനിങ്ങിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുകളിൽ സ്വർഗസ്ഥലങ്ങളിൽ സഭയെ ദൈവം കൊണ്ടിരുത്തിയെന്നാണ് എഫേസ്യ ലേഖനം 1 പഠിച്ചാൽ നമുക്ക്
നമുക്ക് മനസ്സിലാകുന്നത്. എന്തിനാണ് അവരുടെ മുകളിൽ കൊണ്ടിരുത്തിയത്? ഹല്ലേലൂയ. നമുക്കറിയാം കോൺസ്റ്റബിളിൻ്റെ മുകളിലാണ് എസ് ഐയുടെ മുകളിലാണ് CI മുകളിലാണ് DGP. എന്തിനാണ് ഒരാളുടെ മുകളിൽ കൊണ്ടിരുത്തുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ താഴെയുള്ള ആളെ ഭരിക്കാൻ പറ്റും. അതിൻ്റെ താഴെയുള്ള ഒരാൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സ്വന്തമായി പറ്റില്ല. ആമേൻ. എന്നതുപോലെ ഈ ദിവസങ്ങളിൽ സഭയെ ആക്കിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരത്തെ ആക്കിയിരിക്കുന്നത് എന്തിന് എന്നുള്ളൊരു അസാധാരണ ബോധ്യം നമ്മളെ ഭരിക്കേണ്ടതുണ്ട്. നമ്മളെ ആക്കിയത്, ഞാൻ വീണ്ടും പറയുന്നു, 2 പാട്ടുപാടി, 2 കൈ കൊട്ടി, 2 പ്രാവശ്യം വീണു, ഓരോ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു, ഓരോ വിഷയത്തിന് ആഫ്റ്റർ വിഷയത്തിന് ഓരോ ദൈവദാസന്മാരുടെ അടുക്കൽ പൊക്കോണ്ടിരിക്കുന്നു. ഇതിനല്ല. നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നത് ഭരിക്കാനാണ്. വേറൊരു ഉദ്ദേശവും ദൈവത്തിനില്ല. ദൈവത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ചിലർ പറയാറുണ്ട്, അത് പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. അല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ മകനെ എന്ന് ചോദിച്ചാൽ ചിലർ പറയാറുണ്ട്, ആരാധിക്കാനാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. അല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, അത് ദൈവവുമായിട്ട് ഫെലോഷിപ്പിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അല്ല. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്, ദൈവവുമായിട്ടുള്ള ആരാധന, ഇതെല്ലാം നമ്മുടെ ജീവശ്വാസമാണ്. നമ്മളെ ഉണ്ടാക്കിയ പർപ്പസ്, നമ്മുടെ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. ജീവശ്വാസം ഒരിക്കലും പർപ്പസ് ആകത്തില്ല. പർപ്പസ് എന്ന് പറയുന്നത് വാഴ്ചയാണ്. 1-ാം അധ്യായം ഉൽപ്പത്തി ആദ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ സകലത്തെയും വാഴുക. പർപ്പസ് എന്താണ് ഉദ്ദേശം? സഭയുടെ ഉദ്ദേശം, ശരീരമാകുന്ന സഭയുടെ ഉദ്ദേശം എന്താണ്? വാഴ്ചയാണ്. അതിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഇരിപ്പുണ്ട്, നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഫോൺ മേടിച്ചത് എന്തിനാണ്? പർപ്പസ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയുമോ, ഇത് ഞാൻ മേടിച്ചത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചാർജിലിടാനാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഈ ഫോൺ മേടിച്ചത് എന്തിനാണെന്ന് ഒരാൾ ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഞാൻ പറയാം, ഈ ഫോണിൻ്റെ ഉദ്ദേശം വിളിക്കുക, യൂട്യൂബ് നോക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അത് നടക്കേണ്ടതിന്, ആ പദ്ധതികൾ നടക്കേണ്ടതിന്, ആ ഉദ്ദേശങ്ങൾ സാധ്യമായി തീരേണ്ടതിന് ഞാൻ രാത്രി മുഴുവൻ ഇതിനെ ചാർജിലിടും. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ മനുഷ്യനെ, ആദാമിനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുകയല്ല, വാഴുകയാണ്. പക്ഷെ വാഴേണ്ടതിന് അവൻ ദൈവബന്ധമാകുന്ന ചാർജിങ്ങിലിടണം. ദൈവിക ആരാധനയിൽ അവൻ നിൽക്കണം. ദൈവിക ഫെലോഷിപ്പ് ആകുന്ന ചാർജിങ്ങിൽ അവൻ ഇടണം അവനെ തന്നെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, രണ്ടാമത്തെ കാര്യം, അങ്ങ് സ്വർഗത്തിലോട്ട് അങ്ങ് പോകാനല്ല. ഹല്ലേലൂയ. ചിലർ അങ്ങനെ പഠിപ്പിച്ച് സഭയുടെ ഉദ്ദേശത്തെ തെറ്റിച്ചു കളഞ്ഞു. സ്വർഗം ഈ ഭൂമിയിൽ കൊണ്ടുവരാനാണ് സഭയെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമ്മളെ ആക്കിയത് സ്വർഗത്തിലോട്ട് അങ്ങ് പോകാനാണ് ബ്രദറെ എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ പർപ്പസ് എന്താണ് സഭയുടെ? അത് സ്വർഗത്തിലോട്ട് പറന്നു പോകാൻ. ഹല്ലേലൂയ. അല്ല, ദൈവരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാനാണ്. ഇതും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ എൻഡ് ടൈം മിനിസ്ട്രി എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ. ഒരു സൈന്യം എഴുന്നേൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനകൾ, ഇവരെ ആയുധവർഗം വെപ്പിച്ചു ഓൾറെഡി യേശു. പക്ഷേ അത് സഭ മുഖാന്തിരം അവർക്ക് വെളിപ്പെട്ടു വരണം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് സഭയുടെ ഉദ്ദേശം എന്ന് എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹിസ് ഇൻറ്റെന്റ് വാസ് ദാറ്റ് നൗ ത്രൂ ദ ചർച്ച് ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് ഷുഡ് ബി മെയ്ഡ് നോൺ ടു ദ റൂളേഴ്സ് ആൻഡ് അതോറിറ്റീസ് ഇൻ ദ ഹെവൻലി റെലംസ്. എഫേസ്യ ലേഖനം 3:10 എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ബഹുവിധമാകുന്ന മറഞ്ഞുകിടന്ന ജ്ഞാനം സഭ മുഖാന്തിരം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വെളിപ്പെട്ടു വരേണ്ടതിനാകുന്നു സഭയെ ദൈവം കണ്ടത്. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആ ഉദ്ദേശം മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ബൈബിൾ വളരെ ക്ലിയർ ആണ്. ഹിസ് ഇൻറ്റെന്റ്, പർപ്പസ് ഫോർ ദ ചർച്ച് വാസ് ദാറ്റ് ത്രൂ ദ ചർച്ച്, ഹല്ലേലൂയ, ത്രൂ
the church, the manifold wisdom of God must be made known to the rulers and authorities in the heavenly places. സ്വർഗതലങ്ങളിൽ, സ്വർഗത്തിലല്ല കേട്ടോ, ഈ ആത്മതലങ്ങളിൽ ഇപ്പോൾ വാഴുന്ന ഇരുട്ടിൻ്റെ ശക്തികളോട് ദൈവത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന മർമ്മം, അതായത് ഇപ്പോൾ നിങ്ങളല്ല വാഴ്ച, ക്രിസ്തുവിൽ ഞാൻ ആ സ്ഥാനത്തേക്ക് എത്തി, ഇനി നിങ്ങൾ വാഴണ്ട, ഹല്ലേലൂയ എന്നുള്ള ആ മർമ്മം സഭ മുഖാന്തരം അറിയിക്കാനാണ് സഭയെ ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഇറങ്ങി വന്ന് ഇരുട്ടിനെ ഒന്ന് അടിക്കണേ എന്നാ. പക്ഷെ ദൈവം ഉദ്ദേശം എഴുതി വെച്ചു, സഭ മുഖാന്തരമാണത് ചെയ്യുന്നതെന്ന്. ഹല്ലേലൂയ. അപ്പോൾ സഭയെ ദൈവം കണ്ടത് വലിയ പദ്ധതിക്കാണ്, മരിച്ചിട്ട് അങ്ങോട്ട് സ്വർഗത്തിലോട്ട് പോകാനല്ല. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രിസ്തു ആയുധവർഗം വെപ്പിച്ചെങ്കിലും അത് സ്ഥാപിക്കാനാണ് സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. എന്തിനാണ്? വാഴ്ചകളെയും അധികാരങ്ങളെയും കൊലോസ്യ ലേഖനം 2:14 പ്രകാരം ക്രിസ്തു യേശു ആയുധ വർഗം വെപ്പിച്ചു കഴിഞ്ഞു. പക്ഷെങ്കിൽ അത് ഒരാൾ സ്ഥാപിക്കണം. ആരാണ് സ്ഥാപിക്കേണ്ടത്? സഭയാണ്. അത് സ്വർഗതലങ്ങളിൽ, ആത്മതലങ്ങളിൽ സ്ഥാപിക്കേണ്ടത്. അത് സ്ഥാപിക്കപ്പെട്ടാൽ അസാധാരണ മാറ്റം ഭൂമിയിലുണ്ടാകും. ഭൂമി സ്വർഗം പോലെയാകും. അതുകൊണ്ടാണ് പറഞ്ഞ്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഭൂമിയെ സ്വർഗമാക്കാൻ വിളിക്കപ്പെട്ട കൂട്ടത്തിന്റെ പേരാണ് എക്ലീസിയ, സഭ. വിളിക്കപ്പെട്ട കൂട്ടം, വിളിക്കപ്പെട്ടത് ഇവിടുന്ന് മരിച്ചു നേരെ സ്വർഗത്തിലോട്ട് പോകാനല്ല. ആ ഉദ്ദേശം അങ്ങ് മാറ്റിവെക്ക്. ഓക്കെ, നീ മരിച്ചാലും നീ ഉയർത്തെഴുന്നേൽക്കും, അത് ഒരു പോയിന്റ്. പക്ഷെ രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രധാന പോയിന്റ്. അത് ഈ എൻഡ് ടൈം മിനിസ്ട്രി ഓഫ് റൂളർഷിപ്പ് ആൻഡ് വാർഫെയർ ഇൻ ദ റെലംസ്, ദി ഓഫെൻസീവ് വാർഫെയർ. ഷഹീദാ, come on, roar in the realms. You are called to roar in the realms and make every principalities bow. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം അതിനായിട്ട് പറയാം. ഇവിടുത്തെ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കള്ളൻ കീഴടങ്ങി ജയിലിൽ വന്ന് ഇന്നാ എന്നെ പിടിച്ചോന്ന് പറഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു, ഒരാളെ ജയിലിൽ അടയ്ക്കുക എന്ന് വിധി പ്രഖ്യാപിച്ചാലും അത് നടപ്പാക്കുന്നത് പോലീസാണ്. ഹല്ലേലൂയ. കോടതി വിധി പ്രഖ്യാപിച്ചു, ഞാൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആത്മമണ്ഡലത്തിൽ ആയുധവർഗം വെപ്പിച്ചു, ആമേൻ, ക്രൂശിൽ പരസ്യകോലമാക്കി. അത് ആത്മമണ്ഡലത്തിൽ ഓക്കെ, പക്ഷെ അത് ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കാൻ ഒരു പോലീസ് വേണം. കോടതി പറയുന്ന വാചകത്തെ സ്ഥാപിക്കാൻ പോലീസ് വേണം എന്നതുപോലെ. ഹല്ലേലൂയ. നീ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ആത്മമണ്ഡലത്തിൽ ഓൾറെഡി നടപ്പാക്കിയ വിധിയെ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ അത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആ കള്ളന്മാരെ, ആ ഇരുട്ടിൻ്റെ ശക്തികളെ അറിയിക്കേണ്ടത്, അവരെ അറിയിച്ച് അവരെ പൂട്ടിൽ ചങ്ങലയിലാക്കേണ്ടത് സഭയുടെ ജോലിയാണ്. ഹല്ലേലൂയ. ഇവരുടെ പേരുകൾ രസമാണ്. എഫേസ്യ ലേഖനം 1:20 ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? വാഴ്ചകൾ, അധികാരങ്ങൾ. നോക്കിയ, വാഴ്ചകൾ, അവരുടെ പേരിൽ തന്നെ അവരുടെ ഒരു സ്വഭാവം ഉണ്ട്. കൊലോസ്യ ലേഖനം 1 പഠിച്ചാൽ നമുക്ക് കാണാം, ഇവർ ആക്ച്വലി ക്രിസ്തുവിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. ഹല്ലേലൂയ. ഈ ക്രീച്ചേഴ്സ് ആക്ച്വലി ആർക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്? ക്രിസ്തുവിന് വേണ്ടിയാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കൊലോസ്യർ 1:16. For in him all things were created. അവനാൽ സകലതും നിർമ്മിതമായി. Things in heaven and on earth. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകലതും ക്രിസ്തുവിനായിട്ടുണ്ടായി. Visible and invisible. കാണാവുന്നത്, ദൃശ്യമായത്, അദൃശ്യമായത്. Whether thrones, powers, rulers or authorities. വാഴ്ചകൾ, അധികാരങ്ങൾ, അധിപതികൾ, റൂളേഴ്സ്, ഇവരെല്ലാം വാസ്തവത്തിൽ ക്രിസ്തുവിനായിട്ട്, ക്രിസ്തുവിൻ്റെ രീതിയിൽ ഭൂമിയെ ഭരിക്കപ്പെടുവാനായിട്ട് നിർമ്മിതമായതാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? ഇരുട്ടിൻ്റെ ശക്തികളുടെ കൂടെ കുറേ ദൈവിക ക്രീച്ചേഴ്സും അവരുടെ അടിമകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം സഭയെ ആ പൊസിഷന് മുകളിലിരുത്തുകയാണ്.
അത്യന്തം മീതെ ഇരുത്തുകയാണ്. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും അത്യന്തം മീതെ ക്രിസ്തുവിൽ നമ്മളെയും കൂടെ ഇരുത്തുകയാണ്. എന്തിനാണ്? ആ പൊസിഷനിലിരുന്നാൽ ഇതിനെ നമുക്ക് വാഴാനായി സാധിക്കും. ഇവരാണ് അവിടെ ഇരുന്നുകൊണ്ട് ക്യാൻസർ പ്ലാൻ ചെയ്യുന്നത്. ഇവരാണ് അവിടെ ഇരുന്നുകൊണ്ട് ആക്സിഡൻറ്റുകൾ പ്ലാൻ. കാരണം ഇവിടെ ഇവരുടെ പേര് നോക്കിയേ, അതോറിറ്റി, റൂളർ, വാഴ്ചകൾ, അധികാരങ്ങൾ. നമ്മുടെ പദങ്ങൾ പോലെ തന്നെ വാട്ടർ അതോറിറ്റിയാണ് തീരുമാനിക്കുന്നത് വെള്ളം എങ്ങനെ, എവിടെ, തിരുവനന്തപുരത്ത് എവിടെയൊക്കെ വെള്ളം വരണോ, എങ്ങനെ വരണമെന്ന് തീരുമാനിക്കുന്നത് എന്നത് അതോറിറ്റീസ്. കണ്ടോ ആ പേര് കണ്ടോ? റൂളേഴ്സ്. ഹല്ലേലൂയ. പഞ്ചായത്ത് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ നിയമസഭ എന്നൊക്കെ പറയുന്ന പോലത്തെ പദങ്ങളാണ്. ഇതിപ്പോൾ ഇരുട്ടിൻ്റെ ശക്തികളായപ്പോഴും ഇവർക്ക് ആ അധികാരം അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരിപ്പോൾ തീരുമാനിക്കുകയാണ് ഇന്ത്യയിൽ എന്ത് സംഭവിക്കണം. ഓക്കെ, ഒരു യുദ്ധം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി അല്ല ഇതൊന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു കൊറോണ പോലെ ക്ലോറോണ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ടൈഫോയിഡ് പെരുകട്ടെ. ഇതെല്ലാം ഇവരാണ് സെൻഡ് ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റി വാട്ടർ സെൻഡ് ചെയ്യുന്നത് പോലെ ഇവരാണ് അവിടെ ഇരുന്നുകൊണ്ട് പലതും മാനുഫാക്ചർ ചെയ്ത് ഈ ഭൂമിയിലേക്ക് റിലീസ് ചെയ്യുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സ്വർഗ തലങ്ങളിൽ ആരിയ്ക്കുന്നോ അവരാണ് തീരുമാനിക്കുന്നത് ഭൂമിയിൽ എന്ത് നടക്കണമെന്ന്. മറക്കരുത് ആ പോയിന്റ്. സ്വർഗതലങ്ങളിൽ ആരിയ്ക്കുന്നോ അവർ തീരുമാനിക്കും ഭൂമിയിൽ എന്ത് നടക്കണമെന്ന്. എബ്രായ ലേഖനം പറയുന്നു, കാണുന്ന ലോകത്തിന് ആധാരമായിരിക്കുന്നത് കാണാത്ത ലോകമത്രേ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ എഫെസ്യ ലേഖനം 2:6 പറയുന്നു, ക്രിസ്തുവിൽ നമ്മൾ ഓൾറെഡി മരിച്ചവരായിരുന്നു, പക്ഷേ ക്രിസ്തുവിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, എഫെസ്യ ലേഖനം 2:6 പറയുന്നു, ക്രിസ്തുവിൽ എവിടെ ഇരുത്തി? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. എന്തിനാ സ്വർഗസ്ഥലങ്ങൾ നമ്മളെ ആത്മമണ്ഡലത്തിൽ ഇരുത്തിയത്? ഭൂമിയെ വാഴാൻ. ഞാൻ വീണ്ടും പറയുന്നു, ആരാണോ സ്വർഗതലങ്ങളിൽ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഓർക്കല്ലേ ഫൈനലി പോകുന്ന സ്വർഗം, അതല്ല സ്വർഗം എന്നുള്ള അർത്ഥത്തിലല്ല. ഹെവൻലി റെലംസിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ, ഭൂമിയിൽ എന്തു വെളിപ്പെടണമെന്ന് തീരുമാനിക്കപ്പെടുവാൻ ഒരു തലം ദൈവം സൃഷ്ടിച്ചു. ആ തലത്തിലാണ് ആത്മമനുഷ്യനായ ആദാമിനെ ഇരുത്തിയത്. ആദാമിൻ്റെ കീഴിലായിരുന്നു വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ. അന്ധകാരത്തിൻ്റെ അല്ല, അന്ന് അധിപതികളാണ് അവർ. കൃത്യമായി ആദാമിൻ്റെ കീഴിൽ കറക്റ്റ് ഭരണം നടത്തിക്കൊണ്ടിരുന്നവരാണ്. എന്നാൽ പിശാച് മനസ്സിലാക്കി, ഇവരെ എല്ലാം കയ്യിലെടുക്കണമെങ്കിൽ എനിക്ക് ആരെ വീഴ്ത്തിയാൽ മതി? എനിക്ക് ആദാമിനെ വീഴ്ത്തിയാൽ മതി. ഈ അധികാരങ്ങളെ എല്ലാം എൻ്റെ ചൊൽപ്പടിക്ക് എനിക്ക് വരുത്താം. അങ്ങനെ സകലത്തിനും മുകളിലിരുന്ന ആദാമിനെ പിശാച് വീഴ്ത്തി ആ സ്ഥാനം കയ്യേറി. അപ്പോൾ അതിൻ്റെ കീഴിലുള്ള വാഴ്ചകൾ, അന്നവർ നല്ല വാഴ്ചകളായിരുന്നു. നല്ല രീതിയിൽ ലോകം ഭരിക്കാനായി, ഭൂമിയിലേക്ക് കാര്യങ്ങൾ റിലീസ് ചെയ്യാനായി ദൈവത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ എന്ന് ദൈവമനുഷ്യനായ ആദാം അവരുടെ മുകളിൽ നിന്ന് മാറിയോ, അവരുടെ മുകളിൽ തെറ്റായ ഒരു അധികാരി വന്നപ്പോൾ ഇവരെല്ലാം അദ്ദേഹത്തിന് കീഴടങ്ങാൻ തുടങ്ങി, ആ ഇരുട്ടിന് കീഴടങ്ങാൻ തുടങ്ങി. അന്ന് മുതൽ ഭൂമിയുടെ അവസ്ഥ വളരെ വളരെ ശോചനീയമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കുള്ള സദ്വർത്തമാനം ഞാൻ പറയാം. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ എഫെസ്യ ലേഖനം 1:20 തൊട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതിന് മീതെ കൊണ്ടിരുത്തി. ഇനി ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആക്സിഡൻറ്റുകൾ നിങ്ങൾ അനുവദിക്കരുത്, അപകടങ്ങൾ അനുവദിക്കരുത്, കൊറോണ അനുവദിക്കരുത്, രോഗങ്ങൾ അനുവദിക്കരുത്, ക്യാൻസറുകൾ അനുവദിക്കരുത്, മരണം അനുവദിക്കരുത്. വലിയ റൂളർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് ചർച്ച്. പക്ഷെ ചർച്ച്, എക്ലീസിയ ഇന്ന് പൊക്കൊണ്ടിരിക്കുന്ന 2 പാട്ട് പാടണം, ബ്രദറെ എൻ്റെ വിഷയത്തിന് വിടുതലാവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം അവരിപ്പോൾ ആത്മാവിലല്ല, ജഡത്തിലായിപ്പോയി.
എന്താ ബ്രദറെ എക്ലീസിയ സഭയ്ക്ക് ഇത് നടക്കാതെ പോയത്? ഈ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ട് അവർക്ക് നടക്കുന്നില്ല? ഒറ്റ ഉത്തരം, ഇത് നടക്കണമെങ്കിൽ ആ സഭ സ്പിരിച്വൽ ആയിരിക്കണം. സ്പിരിറ്റ് ലെഡ് ആയിരിക്കണം. സ്പിരിച്വലൈസ് ഓപ്പൺ ആയിരിക്കണം. ഇത് സ്പിരിച്വൽ ബിസിനസ് ആണ്. അതുകൊണ്ടാണ് ഇത് എഫെസ്യ ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ ഇത് മാനുഷിക യുദ്ധമോ മാനുഷിക തലത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമോ അല്ല. ഇത് ആത്മാവിൽ, ആത്മമനുഷ്യനിൽ കയറി ചെയ്തു തീർക്കേണ്ട കാര്യമാണ് എന്ന് എടുത്ത് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ എൻഡ് ടൈം ആർമി എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ക്രിസ്തുവിന് തൻ്റെ ഫൈനൽ ഭരണത്തിനായി ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ക്രിസ്തു ലാസ്റ്റ് വരുന്നത് ഉപവാസ പ്രാർത്ഥന നടത്താനല്ല, ക്രിസ്തു ലാസ്റ്റ് വരുന്നത് ഭരണത്തിനാണ്. പക്ഷേ അപ്പോൾ കൂടെ ഭരിക്കാൻ അറിയാവുന്ന ഒരു ആർമി എഴുന്നേൽക്കണം. അല്ലാതെ ബ്രദറെ തലയിലോട്ടൊന്ന് കൈവച്ച് ബ്രദറെ എൻ്റെ വിഷയം എന്ന് പറയുന്ന ഒരു സഭയല്ല. ഒരു ജഡീക സഭയെ ചേർക്കാൻ വരത്തില്ല. കളങ്കം, ചുളുക്കം, വാട്ടം, മാലിന്യം ഇല്ലാത്ത ഒരു മണവാട്ടിയെ, ഒരു ഗ്ലോറിയസ് ബ്രൈഡിനെ, ഒരു ഗ്ലോറിയസ് റൂളർഷിപ്പുള്ള വ്യക്തിയെ ചേർക്കുവാനായിട്ടാണ് യേശു വരുന്നത്. സങ്കീർത്തനം 8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു, സകലതും അവൻ്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. 2 പദങ്ങൾ ഒരുമിച്ച്, 1 ഗ്ലോറി, 2 വാഴ്ച. ഞാൻ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ അവനെ തേജസ്സും ഗ്ലോറിയും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു, സകലതും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. നോക്കിയേ, തേജസ് എവിടെ ഉണ്ടോ അവിടെ റൂളർഷിപ്പ് ഉണ്ട്. എവിടെ ഗ്ലോറി വരുന്നോ അവിടെ അവൻ വാഴാനായിട്ട് തുടങ്ങും. ഈ എൻഡ് ടൈം ചർച്ച് മരിക്കാൻ പോകുന്ന ചർച്ചല്ല. ഈ എൻഡ് ടൈം ചർച്ച് ഹല്ലേലൂയ കീറിപ്പറഞ്ഞ ഉടുപ്പും അങ്ങനെയൊക്കെയുള്ള ഒരു പണ്ടത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ചർച്ച് എന്ന് പറഞ്ഞാൽ കീറിപ്പറഞ്ഞ ഉടുപ്പും തെണ്ടിത്തിരിഞ്ഞ് എങ്ങനെയും ഒക്കെ പോകുന്ന അതല്ല. This end time church is going to be the glorious bride. This glorious bride is going to reign and rule in the heavenly places. Get ready and bring the dragon down, bring the principalities down, bring every forces of darkness under our rulership, so that what manifest on the earth is the will of God. അതുകൊണ്ട് എന്ത് സംഭവിക്കുക? ഈ ഗ്ലോറിയസ് ആർമി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഈ ഗ്ലോറിയസ് ബ്രൈഡ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ദൈവഹിതമാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പ്രാർത്ഥിച്ചേ അത് ശരിക്കൊന്ന് പ്രാർത്ഥിക്ക്. ചില സഭകൾ അത് പാരമ്പര്യമാക്കി കളഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഞാൻ പറയാം, നിന്റെ രാജ്യം വരണമേ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ രാജ്യത്തിൽ പോണെന്നുള്ള പ്രാർത്ഥനയല്ല ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ഇതൊന്ന് പ്രാർത്ഥിച്ചേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഒന്നുകൂടെ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും അതിനുവേണ്ടി എന്നെ ഒരു ആർമി ആക്കി തീർക്കണമേ. ക്രിസ്തുവിൻ്റെ കൂടെ, ക്രിസ്തു ഒറ്റയ്ക്ക് വാഴത്തില്ല. വാഴുമായിരുന്നെങ്കിൽ എന്നെ ഈ ഭൂമി ശരിയായനേയും. ക്രിസ്തുവിന് കൂട്ടവകാശികൾ വേണം. ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് വാഴാൻ അവന് ഒരു ഗ്ലോറിയസ് ബ്രൈഡിനെ വേണം. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം, അശുദ്ധി ഇല്ലാത്ത ഒരു ഗ്ലോറിയസ് തലമുറയെ, ഒരു ഇമ്മോർട്ടൽ തലമുറയെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുന്നു. ഇതാണ് സഭ, ഇതാണ് എക്ലീസിയ, ഇതാണ് സഭ. നിങ്ങൾക്ക് ഈ ഭൂമിയുടെ അവസ്ഥകളെ തിരുത്താൻ പറ്റും, മാറ്റാൻ പറ്റും. ഈ അവസ്ഥകൾക്ക് വലിയ ചേഞ്ചുകൾ വരുത്താനായി സാധിക്കും. യു ആർ ദ ഗ്ലോറിയസ് ബ്രൈഡ്. നിങ്ങളാണ് മഹത്വത്തിൻ്റെ സഭ, നിങ്ങളാണ് ക്രിസ്തുവിൻ്റെ ശരീരം. ഗോഡ് ബ്ലസ് യു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ മെസ്സേജ് കേട്ട ഈ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള സഭയാകുന്ന ശരീരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കേണ്ട പൊസിഷനിലേക്ക്, ആ ഹൈയസ്റ്റ് പൊസിഷനിലേക്ക് കയറി വരാനുള്ള ഈ വെളിപ്പാട് അവരുടെ അകത്ത് ലഭിക്കട്ടെ. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. അവരാരാണ്, അവരെവിടാണ് ഇരിക്കേണ്ടത് എന്നുള്ള ബോധ്യം അവർക്ക് ലഭിച്ചിട്ട് അവർ കരയേണ്ടവരല്ല, നിലവിളിക്കേണ്ടവരല്ല എന്ന് തിരിച്ചറിവോടെ അവർ വാഴേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടെ ഇപ്പോൾ എഴുന്നേൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്
കർത്താവ് പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. തിരുകാരത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ നമ്മുടെ ഈ ചർച്ചിൻ്റെ ഓരോ പ്രോഗ്രാമുകളും വാച്ച് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് മീറ്റിങ്ങുകളുണ്ട്. തമ്പാനൂരാണ് മെയിൻ മീറ്റിംഗ്. പിന്നെ ബ്രാഞ്ച് മീറ്റിങ്ങുകൾ പ്രാവച്ചമ്പലം പോലുള്ള ദേശത്ത് നടക്കുന്നു. ഞാൻ പിന്നെ നിങ്ങളെ അറിയിച്ചതുപോലെ തന്നെ ഈ ഗ്ലോറിയസ് ആർമിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ കൂടുതൽ ലീഡേഴ്സിനെ അന്വേഷിക്കുകയാണ്. കൂടുതൽ പാസ്റ്റേഴ്സ് പോലെയുള്ളവരെ അന്വേഷിക്കുന്നുണ്ട്. ചിലർ വിളിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കും കൂടെ നിയോഗം ലഭിക്കുന്നവരെ ഞങ്ങൾ എടുക്കത്തുള്ളൂ. ഇതുവരെ അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു അസിസ്റ്റൻറ്റ് പാസ്റ്ററേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരെ എടുക്കാനും കൂടുതലിടത്തേക്ക് നിയോഗിക്കുവാനും ഞങ്ങൾ താല്പര്യപ്പെടുന്നു. പക്ഷേ നിങ്ങൾ വിളിച്ചതുകൊണ്ട് ഞങ്ങൾ എടുക്കത്തില്ല, ഞങ്ങൾക്കും കൂടെ നിയോഗം ലഭിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. അങ്ങനെ യഥാർത്ഥമായി നിങ്ങൾക്ക് നിയോഗം തോന്നുന്നവരിലേക്ക് അത് അറിയിക്കുക. അവരെന്താണ് ചെയ്യേണ്ടത്? തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കൂടെ 3 മാസം മിനിമം ട്രെയിനിങ്ങിലായിരിക്കേണ്ട വരും. അതിനുശേഷം ഞങ്ങൾ അവർക്ക് അവരെ ദൈവം നിയോഗിക്കുന്ന സ്ഥലത്തേക്ക് അവരെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഒരു ശുശ്രൂഷകനായി, അത് വേറൊരു രാജ്യമായിരിക്കാം, അത് വേറൊരു സംസ്ഥാനമായിരിക്കാം, അല്ലെങ്കിൽ അത് കേരളത്തിലെ മറ്റൊരു സ്റ്റേറ്റ്, മറ്റൊരു ഡിസ്ട്രിക്റ്റിലായിരിക്കാം. ദൈവം നിയോഗം പോലെ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക. അപ്പോൾ നിയോഗമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇതിലേക്ക് സ്വീകരിക്കും. ഞങ്ങളുടെ ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ സഭയാം ശരീരത്തിൻ്റെ ഒരു ശുശ്രൂഷകനായിട്ട് നിങ്ങൾക്കും നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ അറിയിക്കുക, ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഫിനാൻഷ്യലി. അതിനുള്ള ഡീറ്റെയിലുകൾ താഴെയുണ്ട്. അതിന് താല്പര്യമുള്ളവർ അത് ചെയ്താട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.